എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രകാരം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. നാളെ വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രകാരമുള്ള അഡ്മിഷൻ നേടാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ആരൊക്കെയാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത്, ആരൊക്കെയാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് VHSCയിലും അത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെന്റ് കിട്ടി, അതുപോലെ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. പിന്നീട് അലോട്ട്മെന്റിൽ അതായത് യാതൊരുവിധ അലോട്ട്മെന്റിലും നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിച്ചിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി ആരൊക്കെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്, അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 5 ഓപ്ഷൻ നിങ്ങൾ അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടത്. നിങ്ങൾക്കിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെ ഓപ്ഷനോ ഒക്കെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാം. അതല്ല നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ വേണമെങ്കിൽ നേടാവുന്നതാണ്. നേടുന്ന സമയത്ത് ഹയർ ഓപ്ഷൻസ് വേണ്ടാത്തതുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ ഫോം സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെ മറ്റേതെങ്കിലും ഓപ്ഷനോ ആണ് കിട്ടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷനായിട്ട് തുടരാവുന്നതും അടുത്ത അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ കിട്ടുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇനി എന്താണ് ടെമ്പററി അഡ്മിഷൻ, എന്താണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയാം. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നേടുന്ന അത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫീസും കാര്യങ്ങളൊക്കെ, അതായത് അഡ്മിഷൻ ഫീസും PTA ഫണ്ട്, PTA ഡൊണേഷൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അടച്ചു നേടുന്ന അഡ്മിഷനാണ് പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഇനി അതേസമയം ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾ യാതൊരു ഫീസും സ്കൂളിൽ കൊടുക്കുന്നില്ല. നിങ്ങൾ യാതൊരു കാരണവശാലും ടെമ്പററി അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ ഫീസ് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. ടെമ്പററി അഡ്മിഷന് ഫീസ് ആവശ്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് മാത്രം കൊടുത്താൽ മതിയാകും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ അതുപോലെ പെർമനൻറ്റ് അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്ന് നോക്കാം. ആദ്യം ടെമ്പററി അഡ്മിഷൻ്റെ കാര്യം പറയാം. ടെമ്പററി അഡ്മിഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ, നിങ്ങൾ എന്താണ് പറയുന്നത് അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ആവശ്യമാണ്. രണ്ടാമത്തേത് SSLC സർട്ടിഫിക്കറ്റ് ആണ്. ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി മതിയാകും. അതുപോലെ തന്നെ അടുത്തത് TC ആണ്. അടുത്തത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്, അത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് നിങ്ങൾക്ക് വല്ല ബോണസ് പോയിന്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ അടുത്തത് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ആണ്, അതായത് നിങ്ങൾ ക്ലബ്ബോ അല്ലെങ്കിൽ NSS അല്ല USS LSS അതുപോലെ NMMS അതുപോലെ NTSC ഇതുപോലുള്ള പരീക്ഷകളുടെ അതുപോലെ ക്ലബ് സർട്ടിഫിക്കറ്റുകൾ അതുപോലുള്ളവയാണ് ടൈ ബ്രേക്കുകൾ സർട്ടിഫിക്കറ്റിൽ വരിക. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ ഡോക്യുമെൻസുകൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ നാഷണാലിറ്റി തെളിയിക്കാനായിട്ട്, അതായത് നിങ്ങൾക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചില സ്കൂളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടുള്ള ജനന തീയതി തെളിയിക്കാനായിട്ടുള്ള, അതായത് ഈ ഒരു ബർത്ത് പ്ലേസ് തെളിയിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ്, അത് ജനന സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചില സ്കൂളിൽ നിന്ന് നാറ്റിവിറ്റി ഇല്ലാതെ അഡ്മിഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വേണ്ടത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയാണ്. അപ്പോൾ ആധാർ കാർഡിൻ്റെ കോപ്പി എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ റേഷൻ കാർഡും അതിൻ്റെ കോപ്പിയും എടുക്കുക. കാരണം ചില സ്കൂളിൽ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി കൂടി എടുക്കാനായിട്ട് പറയുന്നത്. അതുപോലെ ഒറിജിനൽ കൂടി കയ്യിൽ കരുതുക. ഒറിജിനൽ സ്കൂളിലൊന്നും കൊടുക്കേണ്ട, അത് നിങ്ങളുടെ കയ്യിലാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി മാത്രമാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് പോകുന്ന സമയത്ത് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ളവ ഉണ്ടെങ്കിൽ അതുകൂടി എടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻസിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പെർമനൻ്റ് ആയിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ നേടുന്നതെങ്കിൽ ഫീസ് കൂടി എടുക്കേണ്ടതാണ്. അത് പെർമനൻ്റ് അഡ്മിഷനും ടെമ്പററി അഡ്മിഷനും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ ടെമ്പററി അഡ്മിഷന് ഫീസ് വേണ്ട, പെർമനൻ്റ് അഡ്മിഷൻ ആണെങ്കിൽ അതിന് ഫീസ് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.